കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേരള ഹൈക്കോടതിക്ക് ആ മൂർദാബാദ് വിളിച്ചുകൊണ്ട് ഇത് ഇവിടെ തുടരാൻ അനുവദിക്കില്ല, ഹൈക്കോടതിയിലെ ശുംഭന്മാർക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ അവരതനുസരിച്ചിരിക്കണം, വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേരെ അല്ലെങ്കിൽ ജനകീയ നേതാക്കളുടെ നെഞ്ചത്ത് കയറാം എന്നാരും വിചാരിക്കേണ്ട എന്ന രീതിയിൽ പിടിക്കാം. ഇത് രണ്ടും ഒരുപോലെ ഫലപ്രദമായിട്ടുള്ള പരിപാടികളാണ്. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും കൂടി പരീക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജഡ്ജിമാരെ വഴിയിൽ തടയുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ അവരുടെ കാറ് പിക്കറ്റ് ചെയ്യുന്ന ഒരു പരിപാടി, അതുമില്ലെങ്കിൽ അവരെ കാറ് തല്ലിപ്പൊളിക്കുന്ന ഒരു പരിപാടി മിക്കവാറും ഈ ആഴ്ച തന്നെ DYFIയുടെയോ SFIയുടെയൊക്കെ നേതാക്കന്മാർ കൂടി ആലോചിച്ച് ആരംഭിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ ബൂർഷ്വാ കോടതിക്ക് ഇങ്ങനെ തോന്നിയ പോലെ വിരിക്കാനും ജനകീയ നേതാക്കന്മാരെ ബഹുജനവാദ്യത്തിൽ അപഹാസ്യരാക്കി അല്ലെങ്കിൽ സംശയത്തിന് ആധാരമാക്കി നിർത്തുന്ന ഒരു ശരിയായ രീതിയല്ല. കോടതികളുടെ പണി ചെയ്താൽ മതി. അതിന് പകരമായിട്ട് മാന്യന്മാരെ അവമാനിക്കുന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് തീരില്ല. സൂചനയാണിത്, സൂചന മാത്രം.